നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? വീട് അലങ്കോലമായി കിടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ മനസ്സില്ലായ്മ, അകത്ത് ഒരു ഭാരവും ഒരു അസ്വസ്ഥതയും. പക്ഷേ ആ വീട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു ആശ്വാസവും ശക്തിയും കിട്ടുന്നില്ലേ? അത് ഒരു സാധാരണ കാര്യമല്ല. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു രഹസ്യം ആണ്. ഇന്ന് നമുക്ക് വൃത്തിയാക്കലിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ വൃത്തിയാക്കാൻ മടിക്കുന്നത്? എന്തുകൊണ്ടാണ് വൃത്തിയാക്കൽ മനസ്സിന് ശാന്തി തരുന്നത്? എന്നും എങ്ങനെ ചെറിയ ശീലങ്ങൾ കൊണ്ട് ജീവിതം തന്നെ മാറ്റാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ചുറ്റുപാടിൻ്റെ സ്വാധീനം. നമ്മുടെ മനസ്സ് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നില്ല, അത് ചുറ്റുപാടുകൾക്കൊപ്പം തന്നെ മാറുന്നു. ഇപ്പോൾ വൃത്തിഹീനമായ ഒരു മുറി ചിന്തിക്കൂ. വസ്ത്രങ്ങളെല്ലാം കട്ടിലിൽ ചിതറിക്കിടക്കുന്നു. പുസ്തകങ്ങളാണെങ്കിൽ മേശപ്പുറത്ത് അലങ്കോലമായി കിടക്കുന്നു. മേശയിൽ സാധനങ്ങൾ കുത്തി നിറച്ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സമ്മർദ്ദം തുടങ്ങും. ഷോ, ഇത് വൃത്തിയാക്കണമല്ലോ. എങ്ങനെ തുടങ്ങും? എവിടെ നിന്ന് തുടങ്ങും? ഇത് വളരെ അധികം ആണ്. അങ്ങനെ കുറേ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ചിന്തകൾ മനസ്സിൽ വരും. ഇത് തന്നെയാണ് മനഃശാസ്ത്രത്തിൽ പറയുന്നത്, പുറത്തുള്ള അഴുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പമായി മാറുന്നു എന്ന്. പക്ഷേ ഒരു വൃത്തിയായ മുറി നോക്കൂ. എല്ലാം ക്രമത്തിൽ, ശാന്തമായ ഒരു അന്തരീക്ഷം. അപ്പോൾ മനസ്സിൽ എന്താണ് തോന്നുന്നത്? ശാന്തി, ഉത്സാഹം, മനസ്സമാധാനം, സന്തോഷം. അതുകൊണ്ടാണ് ഒരു ചെറിയ വൃത്തിയാക്കൽ പോലും മനസ്സിന് വലിയ മാറ്റം നൽകുന്നത്. 2. നമുക്ക് വൃത്തിയാക്കാൻ മടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഒരു പ്രധാന ചോദ്യമാണ്. എല്ലാവർക്കും വൃത്തിയാക്കൽ നല്ലതാണെന്നറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാൻ മടിക്കുന്നത്? ആദ്യ കാര്യം, മനസ്സിൻ്റെ ക്ഷീണം. നമ്മൾ ദിവസവും പല കാര്യങ്ങളും ചിന്തിക്കുന്നു. അതിനാൽ മനസ്സ് ഇതിനകം തന്നെ ക്ഷീണിച്ചിരിക്കും. അപ്പോൾ വീട്ടിലെ അഴുക്ക് കാണുമ്പോൾ മനസ്സ് പറയുന്നത് ഇത് ഇപ്പോൾ വേണ്ട, പിന്നീട് ചെയ്യാം എന്ന്. രണ്ടാമത്തെ കാര്യം, അധികം ഭാരം തോന്നൽ. മുഴുവൻ വീട് വൃത്തിയാക്കണം എന്ന് തോന്നുമ്പോൾ അത് വളരെ വലിയ ഒരു ജോലിയായി തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുന്നില്ല. മൂന്നാമത്തെ കാര്യം, പൂർണ്ണതാപ്രിയത. എല്ലാം പൂർണ്ണമായി വൃത്തിയാക്കണം എന്ന് കരുതുമ്പോൾ ചെറിയ തുടക്കം പോലും ചെയ്യാൻ മടിയാകും. ഇതുകൊണ്ടാണ് നമ്മൾ വൃത്തിയാക്കൽ മാറ്റിവെക്കുന്നത്. ഇന്ന് വേണ്ട, നാളെ നോക്കാം എന്ന്. പക്ഷേ ആ നാളെ പലപ്പോഴും വരാറില്ല. 3. അഴുക്കും സമ്മർദ്ദവും ഒരു ചക്രം പോലെയാണ്. വീട് അഴുക്കാകുന്നു, മനസ്സ് സമ്മർദ്ദത്തിലാകുന്നു. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. വൃത്തിയാക്കൽ ഒഴിവാക്കുന്നു. വീട് കൂടുതൽ അഴുക്കാകുന്നു. ഇത് വീണ്ടും വീണ്ടും നടക്കുന്നു. ഇതൊരു ചക്രം പോലെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഒരിക്കൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പ്രശ്നം വൃത്തിയാക്കൽ അല്ല, പ്രശ്നം മനസ്സിൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് ആദ്യം ഈ ചക്രം തകർക്കണം. 4. ചെറിയ മാറ്റങ്ങൾ, വലിയ ഫലം. ഇപ്പോൾ പരിഹാരം നോക്കാം. വലിയ മാറ്റങ്ങൾ വേണ്ട, ചെറിയ ശീലങ്ങൾ മതി. ഒന്നാമത്തെ ശീലം, 5 മിനിറ്റ് നിയമം. 5 മിനിറ്റ് മാത്രം മതി വൃത്തിയാക്കാൻ എന്ന് മനസ്സിനോട് പറയൂ. അപ്പോൾ ഉത്സാഹം പെട്ടെന്ന് വരും. വൃത്തിയാക്കൽ പെട്ടെന്ന് നടക്കും. അടുത്തത്, ഒരു ഭാഗം മാത്രം. ഓരോ ദിവസവും ഒരു റൂം മാത്രം വൃത്തിയാക്കിയാൽ മതി. ഒറ്റ ദിവസം കൊണ്ട് വീട് മുഴുവൻ വൃത്തിയാക്കൽ അസാധ്യമാണ്. അത് നിങ്ങളെ തളർത്തും. അടുത്തത്, ഉറങ്ങും മുമ്പ് കിച്ചൺ ക്ലീൻ ആക്കൂ. അത് നിങ്ങൾക്ക് സമാധാനമായ ഉറക്കം നൽകും. അങ്ങനെ ചെയ്താൽ രാവിലെ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജി കിട്ടും. അങ്ങനെ നിങ്ങളുടെ മുഴുവൻ ദിവസവും നല്ലതായിരിക്കും. 5. വൃത്തിയാക്കൽ സ്വയം സ്നേഹം. വൃത്തിയാക്കൽ ഒരു സാധാരണ ജോലിയല്ല, അത് ഒരു സ്വയം സ്നേഹത്തിൻ്റെ രൂപമാണ്. നമ്മൾ നമ്മളെ മാനിക്കുന്നുവെങ്കിൽ നമ്മുടെ ചുറ്റുപാടും വൃത്തിയായി വെക്കും. ഒരു വൃത്തിയായ വീട് പറയുന്നത് നീ വിലപ്പെട്ടവനാണ് എന്നാണ്. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും മനസ്സിനെയും ശക്തമാക്കും. ഇനി മുതൽ വൃത്തിയാക്കൽ ഒരു ബുദ്ധിമുട്ടായി കാണണ്ട. അത് മനസ്സിന് ആശ്വാസവും സമ്മർദ്ദം കുറയ്ക്കാനൊരു മാർഗവും ഒരു പുതിയ തുടക്കവുമായി കാണൂ. ഇന്ന് തന്നെ ഒരു ചെറിയ ഭാഗം വൃത്തിയാക്കൂ. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കൂ.
നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. ഇങ്ങനെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്